നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ദുരിതം സമ്മാനിച്ച് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയും ഭരണാധികാരികളും. പ്രത്യേക വൈദ്യപരിചരണം നൽകേണ്ട പാലിയേറ്റീവ് കെയർ രോഗികളും കൂട്ടിരിപ്പുകാരും ചികിത്സയ്ക്കും മരുന്നിനും നിരവധി തവണ കുന്നുകയറി ഇറങ്ങേണ്ട അവസ്ഥയിൽ. MLA ഉൾപ്പെടെയുള്ളവരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യം ശക്തം. ട്രെയിൻ യാത്രക്കാരിയുടെ പണവും മൊബൈലും ഉൾപ്പെടെ കവർന്നയാളെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ തണ്ണീർമുക്കം കാരക്കാട് മടത്തിൽപ്പറമ്പ് അജ്മൽ ഷായെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആടിയും പാടിയും കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക്. വടക്കാഞ്ചേരി മേഖലയിലെ അങ്കണവാടികളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അകമ്പാടം ഡിവിഷനിലെ 126 നമ്പർ അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭയിൽ ജീവനക്കാർ തമ്മിൽ ഉടലെടുത്ത ശീതസമരം ഓഫീസ് പ്രവർത്തനത്തെ സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി വടക്കാഞ്ചേരി നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവ് SAA ആസാദ്. കോൺഗ്രസിന്റേത് വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നിലപാടെന്നും ഉദ്യോഗസ്ഥർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ബോധപൂർവമായ ശ്രമമെന്നും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. ഉപ്പുമാവിന് പകരം ബിരിയാണി മാത്രമല്ല, ശംഖുവിന്റെ ആഗ്രഹം സാധിച്ച് മന്ത്രി വീണ ജോർജ്. അങ്കണവാടി കുട്ടികളുടെ ഭക്ഷണ മെനു മന്ത്രി മുൻപ് പറഞ്ഞത് പ്രകാരം പരിഷ്കരിച്ചു. മുട്ട ബിരിയാണി, പുലാവ് എന്നിവ ഉൾപ്പെടുത്തിയാണ് മെനു ക്രമീകരിച്ചിട്ടുള്ളത്. 2 ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും 3 ദിവസം വീതമാക്കി മാറ്റിയിട്ടുണ്ട്.